അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ലാബിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതാണ് ആപ്പ് ഓപ്പൺ ലാബിൽ. ഓക്കെ, അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ലാബിൽ ഓപ്പൺ ആക്കിയാൽ ഇവിടെ ഫസ്റ്റ് മേലെ ഓപ്ഷനുണ്ട്, ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ സൈസ് കൊടുക്കുക. നമ്മളെ സ്റ്റിക്കർ സൈസ് എത്രയാണോ, വിഡ്ത്ത് എത്രയാണോ, ഹൈറ്റ് എത്രയാണോ സൈസ് കൊടുക്കുക. വിഡ്ത്ത് ജസ്റ്റ് നമ്മളെ സൈസ് എത്രയാണോ ആ സൈസ് കൊടുക്കുന്നു. 38, ഹൈറ്റ് 25. ഓക്കെ, എത്രയാണോ സൈസ് ആ സൈസ് കൊടുക്കുക. എന്നിട്ട് നേരെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റിക്കറിൻ്റെ സൈസ് വരുന്നത്. ഈ വിൻഡോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടന്റ് ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്യാനായിട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഇത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതുള്ളത്. ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ഡബിൾ ക്ലിക്ക് ഇൻപുട്ട് എന്ന ഓപ്ഷൻ വരും. നമുക്ക് എവിടെ ആണെങ്കിലും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവച്ച് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുക, താഴെ ടെക്സ്റ്റിൻ്റെ അവിടെ ടൈപ്പ് ചെയ്യുന്നു. എന്ത് കണ്ടന്റ് ആണോ വേണ്ടത് ആ കണ്ടന്റ് ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ആണോ, MRP ആണോ, മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഷോപ്പിന്റെ പേര്, എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ അടിക്കുക. ഇവിടെ നേരെ സ്റ്റൈല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്റ്റൈല് കണ്ടന്റിന്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റൈലിൽ പോയിട്ട് ആദ്യം ബോൾഡ് ചെയ്യുന്നു. ബോൾഡ് ചെയ്തൊന്ന് കട്ടി കൂടും. ഇവിടെ ഇതിൽ തന്നെ സൈസ് കൂട്ടാനും കുറക്കാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എത്രയാണോ സൈസ് വേണ്ടത് സ്റ്റിക്കറിന്റെ സൈസ് കണ്ടന്റിനനുസരിച്ചിട്ട് നമുക്ക് സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. സൈസ് കൂട്ടുന്നു, എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും അടുത്ത ലൈൻ അടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ടെക്സ്റ്റ്. വീണ്ടും ക്ലിക്ക് ചെയ്ത് അടുത്ത ലൈന് വരും. അവിടെ അടുത്ത ലൈന് ക്ലിക്ക് ചെയ്യുക. എന്താണോ വേണ്ടത് അത് വെച്ച് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് MRP ആണെങ്കിൽ MRP, ജസ്റ്റ് ഒരു MRP കൊടുക്കുന്നു. ഓക്കെ, സ്റ്റൈലിൽ പോവുക, ബോൾഡ് ചെയ്യുക, സൈസ് കൂട്ടുക, കുറക്കുക, എന്താണോ വേണ്ടത് ചെയ്യാം. ഓക്കെ, എവിടെയാണോ വെക്കേണ്ടത് എവിടെ വെക്കുക. വീണ്ടും ടെക്സ്റ്റ് അടിക്കുക. എന്താണോ വേണ്ട കണ്ടന്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് MFG മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇടുന്നു. ഓക്കെ, സ്റ്റൈലിൽ പോവുക, ബോൾഡ് ചെയ്യുക, സൈസ് കൂട്ടുക, കുറക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത്. നേരെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സേവ്. അപ്പോൾ സേവ് ചെയ്താൽ നമുക്ക് ഒരു കണ്ടന്റ് ഇവിടെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ടെംപ്ലേറ്റ് 3825 സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നേരെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആക്കാം. ഇവിടെ കയറിയിട്ട് തന്നെ എന്താണ് വേണ്ടത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഡേറ്റ് ആണോ, MRP ആണോ, എന്താ വേണ്ടത് അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ പോയിട്ട് നമുക്ക് പ്രിന്റ് കൊടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിന്റ് കൊടുക്കേണ്ട ഓപ്ഷനാണിത്. താഴെ റൈറ്റ് സൈഡിൽ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ബ്ലൂ വിൻഡോയിൽ. നേരെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ അൺകണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അൺകണക്റ്റഡ്. ഈ അൺകണക്റ്റഡിൻ്റെ അവിടെ പോയി നമുക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് അവിടെ പോയിട്ട് പ്രിൻ്ററിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ട് പെയർ ചെയ്യണം. അപ്പോൾ അവൈലബിൾ ഡിവൈസിൽ പ്രിൻ്ററിൻ്റെ ബ്ലൂടൂത്തിൻ്റെ പേര് വരും. ഓരോ പ്രിൻ്ററിന് ഓരോ പേരുകളാണ്. പ്രിൻ്റർ 0019980 അതാണ് പ്രിൻ്ററിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നേരെ പെയർഡായി. ഓക്കെ, പെയർഡ് ഡിവൈസിൽ കയറി പെയർഡായി. നേരെ ബാക്ക് അടിച്ചിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഈ വിൻഡോയിൽ വന്നു. അൺകണക്റ്റഡിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ പെയർ ചെയ്ത ഡിവൈസുകളുടെ പേര് ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. അത് നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് പ്രിൻ്റർ 0019980. ഓരോ പ്രിൻ്ററിന് ഓരോ പേരാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണക്റ്റായി. ഇപ്പോൾ കണക്റ്റഡ്. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ TSPL എന്ന് പറഞ്ഞ കോഡ് എപ്പോഴും വരണം. ഇവിടെ കോഡ് വേറെ എന്തെങ്കിലും കോഡ് CPCL, ESC, അതേപോലെ എന്താണ് പ്രിൻ്റർ 001 അങ്ങനെ ഓരോരോ കോഡുണ്ട്. ആ കോഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ കോഡ് അല്ലാന്നുണ്ടെങ്കിൽ ആ കോഡിലേക്ക് മാറ്റണം, TSPLിലേക്ക് മാറ്റണം. ജസ്റ്റ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക TSPL ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ ഇത് TSPL ആണ്. അല്ലാന്നുണ്ടെങ്കിൽ സപ്പോസ് അതല്ലാന്നുണ്ടെങ്കിൽ ആക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്താൽ ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് വരും. അവിടെ റൈറ്റ് സൈഡിൽ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മോർ. ഓക്കെ, ആ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയിട്ട് സ്വിച്ച്, റൈറ്റ് സൈഡിൽ സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്വിച്ച് ക്ലിക്ക് ചെയ്യുക. അവിടെ കുറേ കോഡുകളുണ്ട്. അപ്പോൾ അവിടെ CPCL ഉണ്ട്, TSPL ഉണ്ട്, ESC ഉണ്ട്, ESC2 ഉണ്ട്. എന്താണ് വേണ്ടത്? നമ്മളെ കോഡ് TSC ആണ്. TSPL ആണ്. TSPL ക്ലിക്ക് ചെയ്യുക. അപ്പോൾ TSPL ആയി. വീണ്ടും നേരെ ബാക്ക് അടിക്കുക. ഒന്നുകൂടെ ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മളിവിടെ കോപ്പീസ് എത്ര ക്വാണ്ടിറ്റി ആണ് നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത് അത് ഇവിടെ കൊടുക്കാം.
ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ എത്രയാണോ 10 ആണോ 100 ആണോ 200 ആണോ എത്ര ആണെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി കൊടുത്ത് ഓക്കെ അടിച്ചു. അപ്പോൾ നേരെ താഴെ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നേരെ പ്രിന്റ് കൊടുത്താൽ ഫിനിഷ് പ്രിന്ററിൽ പ്രിന്റ് വരുന്നതാണ്. ഓക്കെ.